ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ആമ്പൂർ സ്റ്റൈൽ ബിരിയാണി, ആമ്പൂർ തമിഴ്നാട് സ്റ്റൈൽ ആമ്പൂർ ബിരിയാണിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ സെപ്പറേറ്റ് റൈസോ വേവിക്കലും സെപ്പറേറ്റ് മസാല ഉണ്ടാക്കലും ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏകദേശം നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു അടിപൊളി പെർഫെക്റ്റ് ബിരിയാണി ഇവിടെ തയ്യാറാക്കാം. പാകത്തിനുള്ള സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1 കിലോന് 100 ഗ്രാം എന്നുള്ള കണക്ക്. നമ്മളിവിടെ 5 കിലോ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 500 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗരം മസാല, പട്ട, പൂവ്, ഏലം, ഒരു 4 ടീസ്പൂണ് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ കഴിച്ച് നമ്മളെ പെരിഞ്ജീരകവും പട്ട, ഗരം മസാല ഒക്കെ ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5-6 ചെറിയ മുളക്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പച്ചമുളകും കൂടി നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. ഉള്ള സവോള അതിൽ ആഡ് ചെയ്യാം. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളെ ബിരിയാണിക്ക് ഓരോരുത്തരുടെ ഉപ്പിനനുസരിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലേ, സവോള ഒക്കെ നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മളെ സവാള ഒക്കെ ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലൊന്നുകൊണ്ട് വഴറ്റി കൊടുക്കാം. കണ്ടില്ല, നമ്മളെ ഇതൊക്കെ ഏകദേശം ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് തക്കാളി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. നമ്മളെ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. മല്ലിയില, പുതിനയില, അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമ്മളെ ഈ മല്ലിച്ചപ്പും പുതിനയും തക്കാളി എല്ലാ വെജിറ്റബിൾസും കൂടി ഒന്നിച്ചിട്ട് നല്ലൊന്നുകൊണ്ട് മിക്സ് ആവട്ടെ. അതുവരെ മൂടി വെച്ച് വേവിക്കാം. നമ്മളെ വെജിറ്റബിൾസൊക്കെ നല്ല വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൈരും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഒരു 400 ml തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 300 ml തൈര് ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. മസാലകളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു സമയത്ത് നമ്മളെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലിട്ടിട്ടുണ്ട്. അതിൽ നമ്മളെ മസാലൻ്റെ കളറൊക്കെ ഒന്നൊരു മാറി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ മസാലയുടെ കളറൊന്നും മുളക് പൊടി ഇട്ടപ്പോൾ പിന്നെ കളറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ബിരിയാണിയിൽ നമ്മൾ മഞ്ഞപ്പൊടി ചേർക്കില്ല. ഈ ബിരിയാണിയിൽ നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുക. അപ്പോൾ ഈ ഒരു കളറ് ആണ് നമ്മളെ ബിരിയാണിയുടെ ആ ഒരു റൈസിനും കൂടി ആ ഒരു ടച്ച് കിട്ടുക. പക്ഷേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ അത് ഇതിലിട്ട് കൊടുക്കാം. നമ്മളെ ചിക്കനൊക്കെ ഏകദേശം ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പിന് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് റേഷ്യോയിലാണ് നമ്മളിവിടെ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 5 കിലോ മസാലയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 5 കിലോ റൈസിന് 1 കിലോന് 1.5 കിലോ, അപ്പോൾ 7.5 കപ്പ് വെള്ളം നമ്മളിവിടെ ഒഴിക്കുന്നുണ്ട്. 2, 3, 4, 5, 6 ഒഴിക്കുന്ന സമയത്തേ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ മസാലയുടെ ഉപ്പ് കറക്റ്റ് ആയിരുന്നു, പക്ഷെ വെള്ളം ഒഴിക്കുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ അളവ് വെള്ളമൊക്കെ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ല തിളപ്പിച്ചെടുത്തിട്ട്, ചിക്കൻ ഏകദേശം ഒരു 3/4 വേവാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ വെള്ളം നല്ല തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 5 കിലോ റൈസ് അത് ഈ മസാലയിൽ ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് റൈസ് ഉണ്ടാക്കണം, വേവിക്കണം, അത് ദമ്മിടണം. ഇത് അങ്ങനെ ഒന്നുമില്ല. അത് മസാല റൈസും കൂടി ഒറ്റയടിക്കാണ്ട് ദമ്മിടാം. വളരെ സിമ്പിളും അടിപൊളി ടേസ്റ്റുമാണ്. മസാല റൈസിനൊക്കെ കളറ് കണ്ടില്ല, നല്ല നമ്മളിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടി മാത്രമാണ് നമ്മളിവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ റൈസിൻ്റെ ഒക്കെ ഒരു കളറ് നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ ചിക്കനും ഒരു 3/4 ഭാഗമായിട്ടാണ് നമ്മൾ ചിക്കൻ ഇവിടെ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു വേവിന് ആ ഒരു സമയത്ത് ചിക്കൻ ഏകദേശം വേവ് കറക്റ്റാവും. അപ്പോൾ നമ്മളെ റൈസൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലെയിം ഒന്നുകൊണ്ട് സ്ലോ ആക്കി കൊടുക്കാം.
റൈസൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് ദമ്മിടാം. അപ്പോൾ നമ്മളെ റൈസൊക്കെ നല്ല വെന്ത് പാകമായിട്ടുണ്ട്. നമ്മളെ വെള്ളമൊക്കെ കണ്ടില്ല എല്ലാം വറ്റിയിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ കണ്ടില്ല നല്ല നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയൊക്കെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.